ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സെക്കൻഡ് പാർട്ടുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള മെഷീനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീഡിൽ മാറ്റുന്നതും ബോബിൽ നൂല് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. കാണാത്തവരൊന്ന് ആ വീഡിയോ പോയി കണ്ടിട്ട് വരണേ. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്നത് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ എത്ര തരം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുണ്ട്, അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ആണോ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം ഇത് നമ്മൾ ലെങ്ത്ത് പറഞ്ഞില്ലേ, ലെങ്ത്ത് 1 to 4 വരെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു ലെങ്ത്തിലിട്ടിട്ട് നമ്മൾ സീലേക്ക് മാറ്റുന്ന സമയത്താണ് സിഗ്സാഗ് മോഡൽ വരുന്നത് കേട്ടോ. അപ്പോൾ സിഗ്സാഗ് മോഡലാണ് നമ്മൾ അധികം സ്കാലപ്പ് അല്ലെങ്കിൽ നമ്മൾ ലോക്കിങ് കൊടുക്കാൻ വേണ്ടി, ഡ്രസ്സൊക്കെ കഴിഞ്ഞ് ലോക്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏകദേശം നമ്മൾ ആ ഒരു സിഗ്സാഗാണ് ഉപയോഗിക്കുക. അതിൽ ലെങ്ത്തിൽ നമ്മൾ ചേഞ്ച് വരുത്തിയാൽ മതി. സിഗ്സാഗൊക്കെ ചെയ്യുന്ന സമയത്ത് അടുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 0, 1 ഇട്ടിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ 1, 2, 3 ആ ഒരു റേഞ്ചിലൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി വീതിയിൽ വരും, കുറച്ച് ലെങ്ത്ത് ഉള്ള ലെവലിലാണ് വരിക. അപ്പം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമ്മുടെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാനൊരു റഫായിട്ടൊരു നമ്മുടെ ഒരു പഴയ ക്ലോത്തിൽ ഇതേപോലെ എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പഴയ ക്ലോത്ത് എടുത്തതാണ്. അതിൻ്റെ സെൻറ്റർ കരഭാഗത്ത് ഇതേപോലെ നമ്മൾ സിഗ്സാഗ് മോഡലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അതിന് ലെങ്ത്ത് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ലെങ്ത്ത് കൂടുന്ന സമയത്ത് കുറച്ചും കൂടി വിട്ട് കിടക്കും, ലെങ്ത്ത് കുറയ്ക്കുന്ന സമയത്ത് കുറച്ച് നല്ല ഭംഗിയിൽ തോന്നും കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാത്ത രീതിയിൽ മറ്റേ രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ലോക്കിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോളിൻ്റെ കര അല്ലെങ്കിൽ നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ഓരോന്നിലേക്കും നമുക്കിതൊക്കെ ഈ ഒരു പാറ്റേണൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പ്ലെയിൻ ഷോളൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 എൻഡ് ഭാഗത്ത് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫുൾ കര 4 സൈഡും ഇതേപോലെ ഈ ഒരു ഇതൊക്കെ കൊടുത്താൽ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ കണ്ടില്ലേ, അങ്ങനെ കുറച്ചും കൂടി വിട്ടിട്ടാണ് വരുന്നത്. ആ ഒരു പാറ്റേൺ ആണ് ഫസ്റ്റത്തെ സീല് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സി കഴിഞ്ഞ് ഡിയിലും വരുന്നത് ഈ ഒരു സിഗ്സാഗിൻ്റെ പാറ്റേൺ ആണ്, കുറച്ചും കൂടി വിട്ട് വരുന്ന ടൈപ്പിലുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പം അത് പിന്നെ വീണ്ടും നമ്മളത് കാണിക്കണ്ടല്ലോ. സിയും ഡിയും ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇ നമുക്ക് കാണിക്കാം. ഈ നമ്മൾ അതേപോലെ തന്നെ ഞാൻ ലെങ്ത്ത് ഒരു 2 ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ ആണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ സെലക്ടർ മാറ്റുന്ന സമയത്ത് എപ്പോഴും നീഡിൽ പൊന്തി കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം താഴ്ന്ന് കിടക്കുമ്പോൾ ഈ നീഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു അനക്കം സംഭവിക്കും. അപ്പോൾ നമ്മൾ നീഡിൽ താഴത്താണെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നീഡിൽ കുറച്ച് പൊന്തിച്ച് വെക്കുന്ന സമയത്ത് വേണം സെലക്ടർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടില്ല, ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. ഡി വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിലാണ്. ഒരു സിഗ്സാഗ് ഇങ്ങനെ കുറഞ്ഞ് ഒരു എന്താ പറയുക ECG ആ ഒരു ഇതൊക്കെ മോഡലാണ് ഇത് വന്നിട്ടുള്ളത്. അത് നമുക്ക് സെലക്ടറിൽ ലെങ്ത്തൊക്കെ കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇയും എഫും ഏകദേശം ഒരേപോലെ നമുക്ക് ജി ഒന്ന് ചെയ്ത് നോക്കാം. ജിക്ക് ഞാൻ ലെങ്ത്ത് അങ്ങനെ 2 തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് സെലക്ടറിൽ ജിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ജി ഏകദേശം ഈ ഒരു ടൈപ്പിലേക്കാണ് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മളെ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഏറ്റവും കൂടുതലും ഭംഗിയാവുന്നത്. കാരണം എല്ലാവരും മൈൻഡ് സെറ്റും ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് നല്ല ഐഡിയ ഉണ്ടാവും, സ്റ്റിച്ചിങ്ങിനേക്കാളും കൂടുതൽ എംബ്രോയ്ഡറി ഡിസൈനിലേക്ക് കുറച്ചും കൂടി ഇതുണ്ടാവും. അപ്പോൾ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്കതിന് മാറ്റം വരുത്തി 0 ലെങ്ത്തൊക്കെ കുറച്ചിട്ട് അതിന് ഭംഗിയായിട്ട് നമുക്ക് നെക്കിൻ്റെ അവിടെ, സ്ലീവിൻ്റെ ഭാഗത്ത്, അതേപോലെ തന്നെ ടോപ്പിൻ്റെ താഴത്ത്, പാൻറ്റിൻ്റെ കരക്ക്, ഷോളിൻ്റെ കരക്ക്, അതൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടുപ്പിച്ച് വരുന്ന പാറ്റേൺ ആണ്. അത് ചെയ്യുന്ന സമയത്ത് ഈ 1, 2, 3, 4 എന്നുള്ള ആ ലെങ്ത്ത് ചെയ്യുന്ന ആ സംഭവമില്ലേ, അത് ആ സെലക്ടർ നമ്മൾ S+ലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു CDE എന്നുള്ള ആ സ്പെല്ലിങ് നമ്മൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മാറ്റി കൊടുത്തപ്പോൾ കിട്ടിയ എംബ്രോയ്ഡറി വർക്കുകളാണിത്. അതൊന്നും കൂടി ഭംഗിയുണ്ട്. ഭംഗി എന്നല്ല, മറ്റേതൊരു സിമ്പിൾ 1 ലൈൻ മാതിരിയാണ്. മറ്റേത് കുറച്ചും കൂടി നമ്മൾ ഷോളിലേക്കൊക്കെ ചെയ്യുന്ന സമയത്തും നെക്കിൻ്റെ ഡിസൈനൊക്കെ ചെയ്യാനും കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അത് നമ്മളിപ്പോൾ സി അല്ല ചെയ്തത്, D ആയിട്ടാണ് ചെയ്തത് കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ ആ എസ് പ്ലസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ സെലക്ടർ നമ്മൾ മാറ്റിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ജിയോ അങ്ങനെ എന്തോ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇയും എഫും ഒരേപോലെയാണ്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ജി ചെയ്യുന്ന സമയത്ത് ജിയിലേക്ക് മാറ്റി കൊടുക്കുക സെലക്ടർ. മറ്റേത് എസ് പ്ലസിൽ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഒക്കെ വരുന്നത്. എസ് പ്ലസിൽ ഇട്ടതിന് ശേഷമാണ് വരുന്നത്. നമ്മൾ ഈ 1 2 3 4 കഴിഞ്ഞിട്ട് അതൊന്നും കൂടി നിൽക്കുന്ന സമയത്താണ് ഈ എസ് പ്ലസും എസ് മൈനസും വരിക. എസ് പ്ലസിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് ഇത്, കണ്ടില്ലേ? ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മളില്ലേ ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും നേരെ അതേപോലെ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വീതിയുള്ള ടൈപ്പിൽ നമുക്ക് കര കിട്ടും. അത് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോളിന്, നമ്മൾ നെക്കിന് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മളിങ്ങനെ നോർമലായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഐഡിയപരമായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളെടുക്കുന്ന ഒരു പ്ലെയിൻ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഡാർക്ക് നൂല് ഇതേപോലെ കൊടുത്തിട്ട് അതിൽ മാച്ച് വരുന്ന നൂല് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതൊക്കെ നെക്കിനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അപ്പം അത്തരം വീഡിയോകൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും